അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുഹാജിറുകളായ സ്വഹാബിവര്യന്മാരുടെയും മനസ്സിനെ സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഗ്രഹാതുര ചിന്തകൾ വല്ലാതെ മഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്ന് നാം നേരത്തെ പറഞ്ഞു. ഇത് സ്വാഭാവികമാണ്. അറബികൾ യാത്രികരാണ്, സഞ്ചാരികളാണ്, നാടോടികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇത്രമേൽ ദൈർഘ്യം അവരുടെ യാത്രകൾക്കുണ്ടാകുമായിരുന്നില്ല. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലം, ആ കാലത്തെ പ്രധാനപ്പെട്ട യാത്രകൾ കച്ചവട യാത്രകളായിരുന്നു. കച്ചവട യാത്രകൾക്കുപരിയായി മറ്റ് യാത്രകളൊന്നും അവരുടെ സംസ്കാരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. കച്ചവട യാത്രകൾ സാധാരണഗതിയിൽ 40 ദിവസമാണ് നീണ്ടു നിൽക്കാറുള്ളത്. അത് അവരുടെ റഹ്ലത്തു ശിതാഇ വസ്സൈഫ്, യമനിലേക്കും ഷാമിലേക്കുമുള്ള 2 കച്ചവട യാത്രകളാണെങ്കിലും അത് 40 ദിവസം, ഏറിപ്പോയാൽ 2 മാസം, അതിലപ്പുറം നീളുമായിരുന്നില്ല. അവിടെയാണ് അവർ 6 വർഷങ്ങൾ പിന്നിടുന്നത്. സ്വാഭാവികമായ അവരുടെ മനസ്സുകൾക്കുള്ളിൽ സ്വന്തം നാട് കാണാനുള്ള, പിറന്നു വീണ, നടന്ന് വളർന്ന ആ നാട് കാണാനുള്ള മോഹമുണ്ടാവുക എന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. സഹാബിമാരോട് പലപ്പോഴും ഈ ഘട്ടത്തിലൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രതീക്ഷകൾക്ക് നിറം നൽകുമായിരുന്നു. അങ്ങ് ഷാം നാടുകൾ മുതൽ ഇങ്ങ് ഹദർമൗത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഭയവുമില്ലാതെ വ്യാപരിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു ഫത്ഹുൽ ആളമിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് നബി എപ്പോഴും പറയുമായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ വിജയിച്ചുവല്ലോ. ബദർ യുദ്ധം വിജയിച്ചു, ഉഹദ് യുദ്ധം വിജയിച്ചു, ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതിയ അഹ്സാബ് യുദ്ധം വിജയിച്ചു. ഈ വിജയങ്ങളെല്ലാം അടിക്കടി സംഭവിക്കുമ്പോൾ സഹാബിമാരുടെ മനസ്സിലും ആ പ്രതീക്ഷയ്ക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് ഹിജ്റ 6-ാം വർഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വപ്നം കാണുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മൾ കാണുന്ന സ്വപ്നം പോലെയല്ല. അത് വഹയിൻ്റെ സ്ഥാനത്താണ്. അല്ല, ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് അത് വഹയി തന്നെയാണ് എന്നാണ്. നമ്മുടെ സ്വപ്നങ്ങൾ പലതരത്തിലും ഉണ്ടാവാം. ബയോളജിക്കലായ സ്വപ്നങ്ങളുണ്ട്. ശരീരം വല്ലാതെ തളർന്നാൽ ഉപബോധ മനസ്സിലെ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്ന സ്വപ്നങ്ങൾ. മനസ്സിൻ്റെ ഉള്ളിൽ തീവ്രമായ മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മോഹം ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർക്കുണ്ടാകുന്നതാണ്. പക്ഷേ പ്രവാചകന്മാരുടെ സ്വപ്നം ആ ഗണത്തിൽപ്പെട്ടതല്ല, അത് വഹയി തന്നെയാണ്. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഏതെങ്കിലും ഒരു പ്രവാചകനോ ഒരു സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ സ്വപ്നത്തെ അങ്ങനെ പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി തൻ്റെ മകനെ ബലി നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് സ്വപ്നത്തിലൂടെയായിരുന്നു. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക്, ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു എന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെ മകനോട് പറയുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ അങ്ങനെ നമ്മുടെ നബിക്കുമുണ്ടായല്ലോ. ഒരു ഉദാഹരണം എന്നൊക്കെ പറയുകയാണ്. നബിയുടെ ജീവിതത്തിൽ എത്രയോ സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം കഫലഖിൽ ഫജ്ർ, പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ പുലരുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിയോട് പറഞ്ഞു, ഒരു മലക്ക് ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു. മലക്കിൻ്റെ കയ്യിൽ മനോഹരമായ ഒരു പട്ടുവസ്ത്രമുണ്ടായിരുന്നു. ആ പട്ടുവസ്ത്രം നിവർത്തി എനിക്ക് കാണിച്ചു തന്നു. അതിൽ
ഞാൻ നിൻ്റെ മുഖം കണ്ടു ആയിഷ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അത് വെച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയതമയായി തീരാനുള്ള ഭാഗ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായി. അപ്പോൾ പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് അതൊരു കിനാവ് കണ്ടു എന്ന ലാഘവത്തോടുകൂടെ നമ്മൾ കാണാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ചുരുക്കം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് സ്വപ്നം കണ്ടത് എന്നറിയാമോ? പരിശുദ്ധമായ മക്കായിലേക്ക് പുറപ്പെടുന്നതും മക്കായിലെത്തുന്നതും പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്നതും അവിടം തവാഫ് ചെയ്യുന്നതും സഫാ മർവയിൽ സഅയ് ചെയ്യുന്നതും അതിനുശേഷം ചിലരെല്ലാം മുടി മുണ്ഡനം ചെയ്യുന്നതും മറ്റു ചിലരെല്ലാം മുടി ചെറുതാക്കുന്നതുമെല്ലാം ആയിരുന്നു സ്വപ്നം. മാത്രമല്ല ആ സ്വപ്നത്തിൽ കഅബാലയത്തിൻ്റെ താക്കോൽ അതിൻ്റെ ആൾക്കാരുടെ കരങ്ങളിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിക്കുന്ന ഒരു ദൃശ്യം കൂടി ഉണ്ടായിരുന്നു എന്നാണ്. ഇതെല്ലാം കൂടി ആയപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, അള്ളാഹു ഇനി എനിക്ക് തരാനുള്ള ഫത്ഹ്, വിജയം മക്ക വിജയം തന്നെയാണ്, അതിനുള്ള സമയമായിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അള്ളാഹു ഇങ്ങനെ ഒരു സൂചന തന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, ആ സ്വപ്നത്തിൽ ഇങ്ങനെ എല്ലാം ഉള്ള സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കായിലേക്ക് പോവുകയാണ്. സൗകര്യപ്പെടുന്ന എല്ലാവരും എന്നോടൊപ്പം വരാൻ ശ്രമിക്കണം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ അതൊരു ദുൽഖഅദ മാസത്തിലാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനോടൊപ്പം ചെയ്ത ഉംറയല്ലാത്ത മറ്റു 3 ഉംറകളും ദുൽഖഅദ മാസത്തിലായിരുന്നു. അത് നമ്മൾ ചരിത്ര പഠനത്തിനിടയിൽ മനസ്സിലാക്കേണ്ടുന്നൊരു വസ്തുതയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആകെ ചെയ്തത് 4 ഉംറകളാണ്, ഒരു ഹജ്ജും. ആ 4 ഉംറകളിൽ ആദ്യത്തെ ഉംറയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഈ സ്വപ്നത്തിനെ തുടർന്നുണ്ടായ യാത്രയും സംഭവങ്ങളുമെല്ലാം. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും വരാൻ ആവശ്യപ്പെട്ടു എങ്കിലും ഒരുപാട് ആൾക്കാർ എത്തിച്ചേർന്നില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു വിധിയായിരിക്കാം, അള്ളാഹുവിൻ്റെ ഒരു കണക്കായിരിക്കാം. പിന്നീട് ഏതാണ്ട് 2 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം നബി ഇതേപോലെ പറയുമ്പോൾ നബിയോടൊപ്പം എത്രയാ ജനങ്ങളുണ്ടായിരുന്നത്? 10,000-ലധികം ആൾക്കാരുണ്ടായിരുന്നു. ഈ യാത്രയിൽ നബിയോടൊപ്പം പോകാൻ ചരിത്രങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിലും 1400 പേര്, അതാണ് അധികം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 1500 പേരുണ്ടായിരുന്നു. അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അവർ മദീനയിൽ നിന്ന് ഒരു സംഘമായി പുറപ്പെട്ടു. അവർക്ക് ഇനി ഉംറ എന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രവേശനം അവയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിലൂടെയാണ്. അത് മദീനയിൽ നിന്ന് വരുന്നവർ ചെയ്യേണ്ടത് മസ്ജിദുൻ നബവിയിൽ നിന്ന് 14 കിലോമീറ്റർ മക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന ദുൽഹുലൈഫ എന്ന സ്ഥലത്ത് വെച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.